നമ്മുടെ പാറുക്കുട്ടിക്കും അമ്മുക്കുട്ടിക്കും കുട വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ദേ നമ്മുടെ കൊച്ചി ബ്രോഡ്വേയിൽ വന്നതാണ് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചത് പാറുക്കുട്ടിയെയും അമ്മുക്കുട്ടിയെയും കൊണ്ടുവന്നിട്ട് കുട വാങ്ങാമെന്നാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഒരു പ്രാവശ്യം വന്നിട്ട് പോയി. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ് ഗെയ്സ് വന്നത്. കാരണം എന്താണെന്നറിയോ, ഭയങ്കര മഴ, എങ്ങനെ കൊണ്ടുവരാനാണ് പിള്ളേരെ. അങ്ങനെ ദേ അവിടെ വന്നപ്പോഴത്തേക്കിനും കുടകളുടെ ഒരു മഹാസമ്മേളനം, ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി കേട്ടോ, ഏതെടുക്കുമെന്ന്. നല്ല രസമുണ്ടായിരുന്നു. 160 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ തപ്പി 2 കുടകൾ എടുത്തു വെച്ചു. എനിക്കിങ്ങനെ ഈ ഒരു ക്യാപ്പുള്ള ടൈപ്പ് എടുക്കാനായിരുന്നു കേട്ടോ ഇഷ്ടം. അപ്പം വെള്ളം വീണ് നനഞ്ഞു കഴിഞ്ഞാലും നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാമായിരുന്നു. പക്ഷേ ആ ഒരു മോഡലിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുടകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ ആലോചിച്ചിട്ട് പാറുകുട്ടിക്കും അമ്മുകുട്ടിക്കും ഇഷ്ടപ്പെടുന്നത് ഏതായിരിക്കും എന്നൊക്കെ ഊഹിച്ച് 2 കുട ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കുടകളുടെ ഇടയ്ക്ക് വന്ന് ഞാനൊരു അരമണിക്കൂറെങ്കിലും നിന്ന് തപ്പിയെടുക്കാനായിട്ട്. അങ്ങനെ തപ്പി ദേ അവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പാറുകുട്ടി എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ, അമ്മയുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുടയുണ്ടോ എന്ന്. അയ്യോ, അത് പാറുക്കുട്ടിക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എന്തായാലും 2 കുട എടുത്തു. അങ്ങനെ ദേ രാത്രിയായി കേട്ടോ. രാത്രിയായപ്പോഴത്തേക്കിനും വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ദേ ഓടി വന്നു. ഞങ്ങൾ താഴെ എത്തിയതേ ഉള്ളൂ, അപ്പോഴത്തേക്കിനും ദേ വന്നു കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ കുട ഇരിക്കുന്ന കണ്ടിട്ട് 2 പേരും മേടിച്ചു. 2 പേർക്കും ഇഷ്ടപ്പെട്ടത് അവരവരെടുത്തു കേട്ടോ. ഇപ്പം ദേ പാറുക്കുട്ടി എടുത്തത് ഈ മെർമെയ്ഡിനെയാണ്. എനിക്കറിയാമായിരുന്നു പാറുക്കുട്ടിക്ക് ബ്ലൂ ആയിരിക്കും ഇഷ്ടപ്പെടുന്നതെന്ന്. പാറുക്കുട്ടിയുടെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. അമ്മുക്കുട്ടിക്ക് ഈ യൂണിക്കോൺ ആയിരിക്കും എന്നൊരു ഊഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇഷ്ടമുള്ളത് നോക്കി എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ അവർ ഇഷ്ടമുള്ളത് നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇതിന് 250 റുപ്പീസാണ് ആയത്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുട്ടികളൊക്കെ കുടയൊക്കെ വാങ്ങിയോ, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? എൻ്റെ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ ഹോൾ വീഡിയോ ഇടാനായിട്ട് ഒത്തിരി കമൻസ് വരുന്നുണ്ട്. ഞാൻ എന്തായാലും എല്ലാം കൂടെ ചേർത്തിട്ടൊരു വീഡിയോ ഇടാൻ കേട്ടോ. ഇത് പല പ്രാവശ്യമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ വാങ്ങിയ സാധനങ്ങളുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. ഇനിയും പാറുക്കുട്ടിയുടെയും അമ്മുക്കുട്ടിയുടെയും സ്നാക്ക് ബോക്സുകളൊന്നും വന്നിട്ടില്ല. അതുകൂടെ വന്നിട്ട് വീഡിയോ എടുക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ കുട കിട്ടിയ സന്തോഷത്തിൽ ഇതേ 2 പേരും കുടയൊക്കെ കറക്കി കളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ സ്പൈക്കിനെ നടത്താനായിട്ട് പപ്പ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അമ്മുക്കുട്ടി ഇതേ സ്പൈക്കിനെ കുട വെച്ച് നനയിപ്പിക്കാതെ പോകുന്നുണ്ട് കേട്ടോ. അച്ചുക്കുട്ടിനും ബാഗ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചേച്ചാ, എന്തു ബഹളമായിരുന്നു ഇവന് ഇറങ്ങി വന്നപ്പോ. എന്തൊക്കെയുണ്ട് അറിയത്തില്ലടാ, എന്തൊക്കെയാന്ന് നോക്കണം. ഓ ഹലോ, എന്താണ് രാവിലെ? ഞങ്ങൾ രാവിലെ റീൽസ് എടുക്കാൻ ഇറങ്ങിയതാണ്. എടാ, ഇവന്റെ പേരെന്തുവായിരുന്നു? അമ്മൂന് യൂണിക്കോണിന്റെ കൂടെയാണ് കേട്ടോ മേടിച്ചത്. കൊള്ളാവോ? ഞങ്ങളിത് ബ്രോഡ്വേ എന്നാണ് മേടിച്ചത്. ബ്രോഡ്വേ 250 റുപ്പീസ്. അപ്പോൾ ഒരു ഫോട്ടോയും കൂടെ എടുത്താലോ? അങ്ങനെ ഇതേ അമ്മുക്കുട്ടിയെ പിടിച്ചു നിർത്തി 2 ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. പാറുക്കുട്ടിയെ വിളിച്ചിട്ട് വന്നില്ല ഗൈസ്, എനിക്ക് വിഷമമായിപ്പോയി. അമ്മുക്കുട്ടി ഇതേ സന്തോഷം കൊണ്ട് കുടയൊക്കെ പിടിച്ച് കറക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്തവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ടാറ്റാ.